എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെയർഡ് ചപ്പാത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ റോസ്റ്റും ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയിട്ടെടുക്കുന്ന ഒരു ലെയർഡ് ചപ്പാത്തിയുടെ ഒരു റെസിപ്പി അല്ല. ഇതിൽ നമ്മൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെയർഡ് ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ലെയർഡ് ചപ്പാത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെയർഡ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഒരു വലിപ്പമുള്ളൊരു റോബസ്റ്റ പഴമാണ്. പഴം നമ്മൾ എടുക്കുമ്പം നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പഴത്തിന് പകരമായിട്ട് നമുക്ക് പാളയംകോടൻ പഴം വേണമെങ്കിലും എടുക്കാം. ഈ ഒരു പഴത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു പഴം നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ നന്നായിട്ട് വേണം നമ്മളൊന്ന് ഉടച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ പഴം ചേർത്തിട്ട് ഈ ഒരു ചപ്പാത്തി റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗോതമ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല പോലെ തന്നെ നമ്മൾ ഈ ഒരു പരുവത്തിന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതിലെ ഒരു വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഒരു പഴത്തിൻ്റെ ഒരു വലുപ്പമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളെടുക്കുന്ന ഒരു പഴത്തിൻ്റെ ഒരു വലുപ്പം അനുസരിച്ചിരിക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു വെള്ളത്തിൻ്റെയും അളവ് വരുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 80 ml വെള്ളമുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിതൊരു 10-12 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ഒരു 10-12 മിനിറ്റോളം നമ്മൾ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു മാവ് നല്ല പോലെ തന്നെ സോഫ്റ്റായി ഒന്ന് അയഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്കൊരു 10-12 മിനിറ്റോളം നല്ല പോലെ തന്നെ കൈവച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു 12 മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട് ഞാനിന്ന് കുഴയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടല്ലോ മാവ് നല്ല പോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഈ ഒരു ലെയർഡ് ചപ്പാത്തിക്കുള്ള മാവ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കിയതിന് ശേഷം ഇനി ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു മാവിൽ നിന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. 15 മിനിറ്റ് മാത്രം ഇതുപോലെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് അതായത് 80 ml വെള്ളമാണ് എടുത്തത്. അതിൽ എനിക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെയും പൊടിയുടെയൊക്കെ അനുസരിച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു മാവ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് ഒരേ വലിപ്പത്തിൽ ഒരു 4 ബോൾസ് ആക്കി ഇതുപോലെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലും ചെറിയതാക്കി വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഒരുപാട് ലെയറുകൾ ഉള്ളതുകൊണ്ട് ഇത് ഒരെണ്ണം തന്നെ മതിയാകും കേട്ടോ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ ഇതുപോലെ 4 ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ പരത്താൻ വേണ്ടി എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്ന് ഉണങ്ങി പോവും. ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇതിൽ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് പൊടി തൂക്കരുത്, വളരെ കുറച്ച് മാത്രം പൊടി ഇതൊന്ന് തൂക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. തീരെ അങ്ങനെ നൈസായിട്ടും പരത്തണ്ട, ഒരുപാട് കട്ടി കൂടാനും പാടില്ല കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത്. ഞാനൊരു കറക്റ്റ് ഒരു പരുവം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഈ ഒരു കട്ടിക്ക് ഞാനിതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു സൈഡ് നമ്മളൊന്ന് മടക്കിയിട്ട് എടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലില്ല, ആ ഒരു ഓയിൽ കൊണ്ട് തന്നെ നന്നായിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു സൈഡും കൂടി പിടിച്ച് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം
ഇതിലേക്കും കൂടെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ 2 സൈഡും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ 2 സൈഡും എടുത്ത് മടക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ കാണുമല്ലോ, അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളൊരു 3 എണ്ണം ഒന്ന് പരത്തി ഈ ഒരു രീതിയിലൊന്ന് നമുക്ക് മടക്കിയിട്ടെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരു കൗണ്ടർ ടോപ്പിലേക്കാണെങ്കിലും ചപ്പാത്തി പലകയിലേക്കാണെങ്കിലും കുറച്ച് ഓയിൽ വന്നിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതൊരു സ്ക്വയർ ആയിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു സമയത്ത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ബലം പിടിച്ച് നമ്മളിത് പരത്തിയെടുക്കരുത്. ഒരുപാട് ബലം പിടിച്ച് നമ്മളിത് പരത്തിയെടുത്താൽ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ലെയറുകളൊന്നും തന്നെ കാണാൻ പറ്റില്ല. ഒരു മീഡിയം പ്രഷർ കൊടുത്ത് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി കൂടാനും പാടില്ല. ഈ ഒരു ലെയർ ചപ്പാത്തിക്ക് അത്യാവശ്യം കട്ടി കുറഞ്ഞു വേണം നമ്മൾ പരത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ബലം കൊടുക്കാതെ ഈ ഒരു കട്ടിക്ക് ഞാനതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 3 എണ്ണം ഒന്ന് പരത്തിയിട്ടെടുക്കാം. എല്ലാം തന്നെ പരത്തിയതിന് ശേഷം ഇനി നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിരുന്ന് ചുട്ടിട്ടെടുക്കേണ്ടതാണ്. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പാന് ഒരു മീഡിയം നല്ലൊരു ചൂടുണ്ടായിരിക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് പോലെ ഇതുപോലെ വരാൻ തുടങ്ങും. ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും മാത്രം നമ്മൾ ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചെറുതായിട്ട് നമുക്ക് ഇതിലൊന്ന് പൊങ്ങി വരാൻ തുടങ്ങും ഓരോ സൈഡിൽ നിന്നും. ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. ഇത് നമ്മൾ തീ കുറച്ച് വേണം വെച്ച് കൊടുത്തത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് ഒരുപാട് ലെയറുകളുള്ളതുകൊണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് തീ കുറച്ച് മാത്രം വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഒരു ലെയറുടെ ചപ്പാത്തി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മളിതൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഒരു ലെയറുടെ ചപ്പാത്തി എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറുടെ ചപ്പാത്തിയാണ്. നമ്മളിതിലേക്ക് ഒരു പഴമൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു പഴം ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു മധുരം പോലെ ഉണ്ടാവും. പക്ഷെ നല്ല എരിവുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ കറിയായിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ റോസ്റ്റാണ്. അതിനായിട്ട് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്ന ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന വരെ കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചെറിയ ചെറിയ തരി കിടക്കുന്ന ഒരു പരുവത്തിന് ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് ഫൈനായിട്ടങ്ങ് പൊടിക്കണ്ട. ഇതുണ്ടല്ലോ, ഇതുപോലെ ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന ഈ രീതിക്ക് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അതൊരു 2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു ചിക്കൻ നമുക്ക് ഇതിൽ കിടന്ന് ചെറിയൊരു ഷാലോ ഫ്രൈ പരുവത്തിനൊന്ന് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. കുറച്ച് സമയം തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ചിക്കനകത്തുനിന്ന് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇത് ചെറിയൊരു ഷാലോ ഫ്രൈ പരുവത്തിന് നമുക്കൊന്ന് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് ചിക്കൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇതൊരു 3 വലിയ സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സവാള നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടണം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് വഴണ്ടി കിട്ടണം. അപ്പോൾ സവാള ഈ ഒരു പാകത്തിനൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം.
2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ല കേട്ടോ, സാധാ നോർമൽ മുളക് പൊടിയാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ ഒരു പച്ച ചെവിയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല വലിയ ഒരു 2 തക്കാളി ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. തക്കാളി നമ്മൾ ഈ ഒരു സമയത്ത് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതൊന്ന് വെന്തിട്ട് അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തക്കാളി നമുക്കിതൊന്ന് അവിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു പരുവം മതി കേട്ടോ. ബാക്കി നമ്മളൊരു ചിക്കനൊക്കെ വേവിക്കുന്ന ഒരു സമയത്ത് കിടന്ന് നന്നായിട്ട് വെന്തോളും. ഓയിൽ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ തക്കാളിയും ഈ ഒരു പരുവത്തിനൊന്നായി വന്നാൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഒരു പൗഡർ അല്ല, ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ നമ്മൾ മിക്സിയിൽ നിന്ന് കറക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇതുപോലെ ചെറിയ ചെറിയ തരങ്ങൾ കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളം 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അടച്ച് വെച്ച് നമ്മളിത് കുക്ക് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. 15 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇത് വെച്ച് കൊടുക്കരുത്, കാരണം ഇത് അടിയിൽ പിടിക്കും. ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒരു 15 മിനിറ്റോളം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 15 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുണ്ടല്ലോ ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് റെഡിയായി കിട്ടും. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റോളം ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അതിൻ്റെ ഒരു വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വരട്ടിയിട്ടെടുക്കാനാണ് കേട്ടോ. ഞാൻ ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ലെയർഡ് ചപ്പാത്തിയുടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലെയർഡ് ചപ്പാത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.